ശ്രീ DK മുരളി. സർ, ഈ സ്കൂളുകളിലും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമൊക്കെ ഈ ലഹരി പരിശോധനയും ക്യാമ്പയിനും ഒക്കെ വർദ്ധിച്ച സാഹചര്യത്തിൽ ലഹരി വസ്തുക്കൾ എത്തിക്കുന്നതിന് വേണ്ടി നവമാധ്യമങ്ങളെ ഇൻസ്റ്റാഗ്രാം മറ്റ് മാധ്യമങ്ങൾ ഉൾപ്പെടെ കമ്മ്യൂണിക്കേഷനും ഇൻഫർമേഷനും വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ എക്സൈസിനും വേണ്ടി വന്നാൽ SPC പോലുള്ള വിദ്യാർത്ഥി മൂവ്മെൻറ്റിനുമൊക്കെ പരിശീലനം കൊടുത്ത് നവമാധ്യമങ്ങളെ നിരീക്ഷിക്കുവാനും സോഴ്സുകൾ കണ്ടെത്തുവാനുമുള്ള നടപടികളിലേക്ക് പോകാൻ കഴിയുമോ? സർ, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. എക്സൈസും പോലീസും വളരെ ശക്തമായ നിരീക്ഷണം തന്നെ നവമാധ്യമങ്ങളിൽ നടത്തുന്നുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് ഡാർക്ക് വെബ് ഉപയോഗിച്ചുള്ള മയക്കുമരുന്ന് വ്യാപാരം സംബന്ധിച്ച വലിയ കണ്ടെത്തലുകൾ അതിൻ്റെ കൂടി ഫലമായിട്ട് നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ആ പരിശോധനകൾ, നിരീക്ഷണങ്ങൾ ശക്തമാണ്. സാമൂഹിക മാധ്യമ ഗ്രൂപ്പുകളിൽ എക്സൈസിൻ്റെയും പോലീസിൻ്റെയും നിരീക്ഷണമുണ്ട്. അത് തുടരുകയും ചെയ്യും. മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ എക്സൈസ് വകുപ്പിലെ IT സെല്ലിനെ ശാക്തീകരിക്കുന്നതിനുള്ള നടപടികൾ ഈ സർക്കാരിൻ്റെ കാലത്ത് സ്വീകരിച്ചിട്ടുണ്ട്. സീഡാക്കിൽ നിന്ന് IT സെല്ലിലെ ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന നിലവാരമുള്ള പരിശീലനം നൽകിയിട്ടുണ്ട്. IT സെല്ലിൻ്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് മാക്ബുക്കും iMac എന്നിവയൊക്കെ ലഭ്യമാക്കിയിട്ടുണ്ട് എന്ന കാര്യം കൂടി ഞാൻ അറിയിക്കുകയാണ്. ഗൗരവമായി തന്നെ ആ കാര്യം സർക്കാർ കൈകാര്യം ചെയ്യുന്നുണ്ട്.